ദൈവം ആരിഫ് ഹുസൈനെയും ഹിന്ദുത്വവാദിയെയും ഒരു നല്ല പാഠം പഠിപ്പിച്ചു. നന്നായ മതിയായിരുന്നു. എന്താണ് ഇസ്ലാമോഫോബിയ എന്നും എന്താണ് വംശീയതയെന്നും നമ്മുടെ ആരിഫിനും ഈ ഹിന്ദുത്വവാദിയായ സുഹൃത്തിനും മനസ്സിലായി കാണും. ഈ വിഷയം ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആരിഫ് എയറിലാണെന്നും. നമ്മുടെ ഉസ്താദിന്റെ വീഡിയോ കണ്ടപ്പോഴാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കുറിച്ച് തിരക്കിലായിരുന്നു. സംഭവം എന്ന് പറയുന്നത്, ആരിഫ് ഇസ്രായേലിലോട്ട് പോയിട്ട് ഇസ്രായേലിനെ വളരെ അനുകൂലിച്ച് ഞാൻ പ്രോ സയനിസ്റ്റ് ആണ്, പ്രോ മാക്സ് സയനിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ് പങ്കുവച്ചു. അപ്പൊ താഴെ ഇസ്രായേലിൽ നിന്നുള്ള അമീലിയ എന്ന ഒരു സ്ത്രീ വന്ന് ആരിഫിനെ തെറി അഭിഷേകം, നീ എന്റെ രാജ്യത്ത് നിന്ന് ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ തെറിയ വിഷയം, നീ ജിഹാദി ഹുസൈനാണ്, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഹിന്ദുത്വവാദി സുഹൃത്ത് വന്ന് അങ്ങനെയൊന്നുമല്ല, ആരിഫ് ഇസ്രായേലിന്റെ വളരെ വലിയ സപ്പോർട്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഹിന്ദുവായ ആ സുഹൃത്തിനെയും ചീത്ത വിളിച്ച് നീ തീവ്രവാദിയാടാ, അതായത് നിങ്ങൾ രണ്ടും പോകൂ, രണ്ടുപേരെയും അധിക്ഷേപിച്ച് പശുവിനെ അധിക്ഷേപിച്ച് പശുവിന്റെ ചാണകം നിന്റെ ചുണ്ടി പുരട്ടിയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് തെറിയ അഭിഷേകമാണ്. ഇത് രണ്ടുപേരും പറയുന്നതിന്റെ കാര്യം ഇവരെ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ആരിഫിന് നേരെ ഇസ്ലാമോഫോബിയ ആണെങ്കിലും വംശീയതയാണെങ്കിലും ആ ഹിന്ദുത്വവാദി സുഹൃത്തിനെതിരെ ആണെങ്കിലും വംശീയത ആർക്കെതിരെയും തെറ്റാണ്. ഇസ്ലാമോഫോബിയയും ഹിന്ദുഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും തെറ്റാണ്. ആർക്കെതിരെയും ഫോബിയകൾ തെറ്റാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവിന് വേണ്ടി ആകട്ടെ ഇത്തരം വീഡിയോകൾ. നമ്മൾ ആരെയും ആശയപരമായ എതിരഭിപ്രായം കാണാം, രാഷ്ട്രീയപരമായ എതിരഭിപ്രായം കാണാം, പക്ഷെ പരസ്പര ബഹുമാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യണം. ഇതാണ് ജനാധിപത്യം, വേറൊന്നുമില്ല. നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഉസ്താദ് അൻസാരി സുഹ്രിയുടെ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് കാണാം. എനിക്ക് തോന്നുന്നു മാധ്യമം അടക്കമുള്ള പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ശരി, ഞാൻ ഇതൊന്ന് എടുക്കാം. ഉസ്താദിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ഉസ്താദ് രസകരമായി പറയും. ഉസ്താദിന്റെ വളരെ ഒരു ഹ്യൂമറസ് ആയിട്ടത് പങ്കുവെക്കും. നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ. രാവിലെ തുടങ്ങി ചിരിയാ, ഇങ്ങനെ ചിരിക്കാതിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തന്തക്കും തള്ളക്ക് വിളിയേക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. നമ്മുടെ ഹാപ്പി ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാപ്പറയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 4-3-7 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യര് ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ടഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ടഫാനാണ്. ഏടാ എങ്ങനെയാ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കേ. എന്റെ പൊന്നെ ഹാപ്പി ഹുസൈനെ 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെയാണ്. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്നറിയാമോ? അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോ കാക്ക് ചുറ്റി തുപ്പും. അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരൻ ജൂതന്മാർക്ക്. അതറിയാമോ? ജൂതന്മാരിലെ ഈ തീവ്ര സയനിസ്റ്റ്വാദികൾ, അതായത് നമ്മുടെ ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ തെറ്റായതുപോലെ, മുസ്ലിങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ തെറ്റായതുപോലെ, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ തീവ്ര ക്രിസംഗികൾ തെറ്റായതുപോലെ, ജൂതന്മാരിൽ ഈ തീവ്ര സയനിസ്റ്റുകൾക്കുണ്ട്. അവർ യേശു ക്രിസ്തുവിനെ പോലും ഇഷ്ടപ്പെടാത്തവരാണ്. യേശു ക്രിസ്തുവിനെ പോലും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും അമ്മ മേരിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും. അതായത് യേശു ക്രിസ്തു ജൂതനാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതനും ഏറ്റവും വലിയ മനുഷ്യനുമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തീവ്ര സയനിസ്റ്റുകളുണ്ട് അവിടെ. അമ്മ മേരിയെ, അവർ ജൂത സ്ത്രീയാണ്, അമ്മ മേരിയെ പരിശുദ്ധ ബൈബിളിലും പരിശുദ്ധ ഖുറാനിലും അടക്കം ഏറ്റവും പ്രശംസിച്ച് പറയുന്ന അമ്മ മേരിയെ അധിക്ഷേപിക്കുകയും ചുണ്ടിൽ സിഗരറ്റ് വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ പട്ടാളക്കാർ എല്ലാവരും അങ്ങനെ മോശക്കാരൊന്നുമല്ല, പക്ഷേ ഈ തീവ്ര സയനിസ്റ്റുകളായ പട്ടാളക്കാർ അവിടെയുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരോട് കുറച്ചൊക്കെ താതാമ്യമുള്ള ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പിത്രയാണെങ്കിൽ, എടാ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല മന്ദബുദ്ധി. അത് മനസ്സിലാക്കണ്ടേ? ഇവരിങ്ങനെ ഈ നാട്ടിലെ കുറച്ച് സംഖ്യകൾ ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോയത് കണ്ടപ്പോ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാലയിട്ടിട്ട് സ്വീകരിക്കുന്ന വിചാരിച്ചിരുന്നയാ. പോളാ ജിഹാദി എടുത്തോണ്ട് പോളാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചിട്ട് അന്തക്കും തള്ളൊക്കെ ഓടിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഈ നിർഗുണം വിചാരിച്ചതേ, ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ, മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരളിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ കൊണ്ട് ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ. അവര് പറഞ്ഞ പോണാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, ഒറാ കണ്ടമണി എന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടാ? ഇങ്ങനെ നാണം കെട്ട് നീ ജീവിക്കല്ലേ. തമാശ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ നാണക്കേട്. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയുടെ അപകടങ്ങളാണ്. അതായത് ഇതിൽ ഏറ്റവും വലിയ കൗതുകം, ഞാൻ ആ ട്വീറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കൗതുകം
ആരിഫ് വലിയ കാര്യത്തിൽ മേരെ പ്യാരെ ഇസ്രായേലി ദേശവാസിയോ ഇസ്രായേൽ ചായ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ലിവ്. ഞാൻ പ്രോ പാലസ്റ്റീൻ പ്രൊപ്പഗാൻഡ തകർക്കാനും ഇസ്രായേലിന്റെ രാഷ്ട്രമെന്ന നിലയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശത്തെ ഡിഫെൻഡ് ചെയ്യാനും ഒക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യം ഇസ്രായേലിനുണ്ടെന്നല്ല, പക്ഷെ അതൊരു പൊസിഷനാണ്. ആരിഫ് ആ പൊസിഷൻ എടുക്കുന്ന ആളാണ്. കേരളത്തില് ഒരു ഇസ്രായേലിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനാണ് ആരിഫിനെ അതിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് പേരെ അങ്ങനെ വിളിക്കുകയുണ്ടായി. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇസ്രായേലി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൗൺസിൽ ജനറലോടൊപ്പം നമ്മൾ സംസാരിക്കുകയും ആത്യന്തികമായി ജൂതന്മാരും അറബികളും അല്ലെങ്കിൽ അവിടുത്തെ ജൂതന്മാരും മുസ്ലിങ്ങളും സഹോദരങ്ങളാണ്, എബ്രഹാമിന്റെ സന്തതികളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എബ്രഹാമിന്റെ സന്തതികളാണെന്നുള്ള തിരിച്ചറിവിൽ പരസ്പരം സമവായവും സാഹോദര്യവും ഒക്കെ വേണം. എങ്ങനെങ്കിലും നമുക്കൊരു കൺസെൻസസ് ഉണ്ടാക്കണം. ഒരുപക്ഷെ ആ കൺസെൻസസ് ഉണ്ടാക്കാൻ ഏറ്റവും കഴിയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ഇന്ത്യക്ക് കൂടിയായിരിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മളതിൽ പാർട്ടിയല്ല, നമ്മൾ വെളിയിൽ നിൽക്കുന്നവരാണ്. അപ്പോ ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം സാഹോദര്യം ലോകത്തിന് അത്യാവശ്യമാണ്. പല പ്രശ്നങ്ങളും നടക്കുന്നത് ഈ സാഹോദര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എബ്രഹാമിന്റെ മക്കളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് പരസ്പരം അംഗീകരിച്ചാൽ ഇപ്പൊ ലെബനനിലെ തീവ്ര വലതുപക്ഷത്തിന്റെ ബെൻ ഗിവിർ പറഞ്ഞത്, ഒരു ഇസ്രായേലി അമ്മ കരഞ്ഞാൽ 1000 ലെബനീസ് അമ്മമാർ കരയണമെന്നാണ്. ഓൾ ഓഫ് ലെബനൻ മസ്റ്റ് ബേൺ, ലെബനനെ ഇല്ലാതാക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്ര സ്വരക്കാർ വിട്ടിരിക്കുന്നുണ്ട്. തെറ്റാണ്. ഏത് മന്ത്രിയാണെങ്കിലും വലതുപക്ഷമാകാം ഇടതുപക്ഷമാകാം, പക്ഷെ തീവ്ര ഇടതുപോലെ തീവ്ര വലത് അപകടമാണ്. അപ്പൊ സയനിസ്റ്റ് പ്രോമാക്സ്, അതായത് സയനിസ്റ്റ്, ഇസ്രായേലിലെ എല്ലാരും പോലും സയനിസ്റ്റുകളല്ല, അതായത് ഹിന്ദുത്വവാദം പോലൊരു ആശയമാണ് സയനിസം. അപ്പോ ഈ സയനിസ്റ്റ് പ്രോമാക്സ് ആയ ആരിഫ് ഹുസൈന് പോലും ഹുസൈൻ എന്ന പേരുള്ളതുകൊണ്ട് ഈ ചീത്ത കേട്ടാൽ ഇതാണ് പ്രശ്നമെങ്കിൽ എത്രമാത്രമാണ് അതിന്റെ അപകടമെന്ന് ആലോചിച്ച് നോക്കണം. ഇനി അടുത്തൊരു കൗതുകമുണ്ട്. അതായത് ഈ കാര്യമായിട്ട് ഇത്രയും മെസ്സേജ് എഴുതിയപ്പോ താഴെ ഒരു ഹിന്ദുത്വവാദി ഉണ്ടായിരുന്നു. ഹിന്ദുത്വവാദി ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത് ഓടി. അതായത് അമീലിയ എന്ന പേരുള്ള ഈ വനിതയാണ് അതിരൂക്ഷമായി, അമീലിയ എന്നാണ് ഇവരുടെ പേര്, അമീലിയ എന്നുള്ള ഈ വനിതയാണ് രൂക്ഷമായി ചെയ്തത്. ചിലപ്പോ ഇസ്രായേലിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം. കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെയാണ് അവരിട്ടിരിക്കുന്നത്. അറിയില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോ ഈ തീവ്ര ഹിന്ദുത്വവാദി അപ്പൊ വളരെ കാര്യമായിട്ട്, അയ്യോ നിങ്ങൾ കരുതുന്നതല്ല, ആരിഫ് ഭയങ്കര ഇസ്രായേലിന്റെ അല്ലെങ്കിൽ സയനിസ്റ്റ് സപ്പോർട്ടറാണ്, ഇസ്രായേലിന്റെ സപ്പോർട്ടറൊന്നും പോലും അല്ല, എന്താ പറയണ സയനിസ്റ്റ് സപ്പോർട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പം സ്ത്രീ തിരിച്ച് അയാളോട് വംശീയമായ അധിക്ഷേപം, ഹിന്ദുക്കളെ വംശീയമായ അധിക്ഷേപം നടത്തിയിട്ട് പശുവിന്റെ ചാണകം നിന്റെ ചുണ്ടിൽ ധരിച്ചിരിക്കുകയാണോ, പോടാ തീവ്രവാദിയാലോ, ഗോ എഫ് വേർഡ് ഒക്കെ ഉപയോഗിച്ച് ഫക്ക് ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇസ്ലാമോഫോബിയ ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു അപകടമാണ്. ആൾക്കാരെ കൊല്ലുന്ന, വംശീയത ഉണ്ടാക്കുന്ന, വർഗീയത ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇസ്ലാമോഫോബിയ വേണ്ട, ഹിന്ദു ഫോബിയ വേണ്ട, ക്രിസ്ത്യൻ ഫോബിയ വേണ്ട, ജൂതഫോബിയയും വേണ്ട. പിന്നെന്താ, ലോകത്ത് അങ്ങനെ ഒരു ഫോബിയകളും പാടില്ല. പകരം സമവായത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു തലം വേണം. ഇപ്പോ ഹിന്ദുത്വവാദി ഇപ്പം ട്വീറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പുള്ളി ഓടി, പക്ഷെ ഞാൻ ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി കാണും, ഈ തീവ്രത ഒരിക്കലും ഒരു ഗുണവും ഇല്ലാത്ത കാര്യമാണ്. ഒരു ഗുണവുമില്ലാത്ത കാര്യമാണ് തീവ്രത. പകരം തന്മയുടെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷകൾ വേണം. അത് എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ആ സ്ഥലങ്ങളിലുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷക്കാരനായ മന്ത്രി ലെബനൻ മുഴുവൻ ഇല്ലാതാകണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ റാബൈമാരുടെ, ജൂതന്മാരുടെ മൗലവിമാർ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെന്ന് പറയുന്നതാണ് റാബൈ. ആ റാബൈസ് പറയുന്നുണ്ട്, നിങ്ങൾ ജൂത മൂല്യങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ജൂതന്റെ പേര് രാഷ്ട്രീയം കളിക്കുക, രാഷ്ട്രീയം മതത്തെ ഇല്ലാതാക്കുകയാണ്, ദുഷിപ്പിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.